അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉദ്ധരിച്ചിട്ട് ഇപ്പോൾ അതുപോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഗുരുമാർഗത്തെക്കുറിച്ച് സംശയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗുരുക്കന്മാർക്ക് ഈ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഓരോ ഗുരുക്കന്മാരുടെ ഹൈലി ഉയർന്ന ഏറ്റവും വലിയ ഗുരുക്കന്മാരുടെ ജന്മം പോലും വളരെ രഹസ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാര്യം ഈ സൂക്ഷ്മത്തിലെ ഈ ഒരു 7 അവസ്ഥ കൊണ്ട് പൂർത്തീകരിച്ച് നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്നും ഈ മാനസിക മണ്ഡലത്തിലേക്ക് ദൈവികമായിട്ടുള്ളൊരു ധർമ്മം വരാതിരിക്കാനായിട്ട് പല പല തലങ്ങളിൽ ദൈവികമായിട്ട് തന്നെ ഈശ്വരീയമായിട്ടുള്ള സങ്കല്പത്തിൽ തന്നെ ഇരിക്കുന്ന ശക്തിവിശേഷങ്ങൾ ഇതിനെ അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗുരുക്കന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ രഹസ്യ സ്വഭാവത്തിലാണ്. അപ്പോൾ ഒരു ഗുരു സംസാരിക്കുമ്പോൾ തന്നെ ഈ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഗുരു സംസാരിക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം നമ്മൾ ഈ അന്തരീക്ഷത്തിലേക്ക് എന്ത് കാര്യം പകർന്നാലും അതിനെ പ്രതിപ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ തടുക്കാനുള്ള നെഗറ്റീവ് ശക്തികളുടെ പ്രവർത്തനം അപ്പം തന്നെ തുടങ്ങുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ തന്നെയാണ്, ഈ വൈറസ് പ്രോഗ്രാം പോലെ തന്നെയാണ്. അപ്പോൾ ഓരോ ഗുരുക്കന്മാർക്കും വ്യക്തമായിട്ടറിയാം ഇത് അപ്പോൾ ആ നിമിഷങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കാവൂ. ആ നിമിഷം കഴിഞ്ഞാൽ മനസ്സിൻ്റെ തലത്തിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ ഇതിനെ പ്രതിപ്രവർത്തിപ്പിക്കാനുള്ള സങ്കല്പങ്ങളും പ്രോഗ്രാമുകളും ഈ സൂക്ഷ്മ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഗുരു ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകളിലൂടെ എപ്പോഴും ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഈ ആധ്യാത്മിക രംഗത്തുള്ള ഒരു അലിഖിത നിയമമാണ്. അപ്പോൾ ഇതിനെ വിസ്മരിച്ചുകൊണ്ട് പണ്ട് അപ്പോൾ ഗുരു ഇങ്ങനെ സംസാരിച്ചില്ലേ അല്ലെങ്കിൽ ബൈലോയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചിലർ ചോദിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ ഓഡിയോ ക്ലിപ്പൊക്കെ വളരെയധികം സസൂക്ഷ്മം ഇങ്ങനെ ശ്രദ്ധിച്ചു. കാര്യം ഗുരു ആരടുത്താണ് ഇത് സംസാരിക്കുന്നത്, കാര്യം എത്രമാത്രം വികസിച്ച ശിഷ്യന്മാരാണ് അന്ന് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരോട് എന്തിനിത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇത് റീവൈൻഡ് ചെയ്ത് കേട്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഇത്തരം അതിനകത്തുണ്ടായിരുന്ന ആ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിഷയം നടപ്പാക്കാനുള്ള ഒരു ഇൻസൈറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റിയോ അല്ലെങ്കിൽ അനുഭവവശങ്ങളോ അത്രത്തോളം തെളിഞ്ഞ ഒരു വ്യക്തിയല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഗുരു ഇങ്ങനെ ഒരു സംസാരം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെ സ്കോളേഴ്സ് ആയിട്ടുള്ള ആ ലെവലിൽ മാത്രം ആധ്യാത്മികമായിട്ട് വികസിക്കാത്ത ശിഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച തന്നെ ചെയ്ത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഗുരുക്കന്മാരുടെ ഒരു സൂത്രത്തിൻ്റെ ഭാഗമാകാനേ തരമുള്ളൂ. കാര്യം ഇങ്ങനെ പറ്റിക്കുക. അപ്പോൾ ഈ സൂക്ഷ്മ പൈശാചിക സ്വഭാവത്തിലുള്ളവർ ഓരോ പ്ലാനുകൾ ഇങ്ങനെ ഇടുമ്പോൾ ഗുരുമാർഗത്തെ തകർക്കാനായിട്ട് ദൈവികമായിട്ടുള്ള ധർമ്മം നടപ്പാക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ അവർക്ക് മറ്റൊരു പ്ലാൻ കൊടുക്കുക. അല്ലെങ്കിൽ ഗുരു ബുദ്ധിമാനായിട്ടുള്ള ഇപ്പോൾ ഗുരുക്കന്മാർ എന്തെല്ലാം സൂത്ര സ്വഭാവത്തിൽ വളരെ ബുദ്ധിപൂർവ്വം ശിഷ്യന്മാരോട് പ്രവർത്തിച്ചിരിക്കുന്നു, നമ്മളിത് ശ്രദ്ധിച്ചറിയാം. അപ്പോൾ ഇത്രയും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന ഗുരുക്കന്മാർ ഇങ്ങനെ ഒരു മണ്ടത്തരം കൊടുക്കൂ? ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ രഹസ്യങ്ങളും ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ രീതിയിലാണെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ സൂക്ഷ്മ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന്